ഹായ്, നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ മെമ്മറിയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശരീരം ഡീടോക്സിഫൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയവും അതുപോലെ തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രീൻ ടീയുടെ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ്. എന്താണ് ഗ്രീൻ ടീ? അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് എങ്ങനെയാണ് കുടിക്കേണ്ടത്? ഏതൊക്കെ സമയത്താണ് കുടിക്കേണ്ടത്? അതിന്റെ ഗ്രീൻ ടീയുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഇത്തരം വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. വളരെ വിശദമായിട്ട് ഗ്രീൻ ടീയെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രീൻ ടീ നമുക്കറിയാം, ഒരുപാട് പ്രോസസ്സിങ് ചെയ്യാത്ത ഒരു ഇലയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻസും അത് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വളരെയധികം ഒരു ഗുണം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒരുപാട് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഇത്രയും ഗുണങ്ങൾ ഇതിന് കിട്ടുന്നത്. ഇതിന് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന വളരെ നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ വെയിറ്റ് ലോസ്. നമ്മുടെ വെയിറ്റ് ലോസിന് ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം കൂടുതലാക്കാൻ വേണ്ടിയിട്ടും അത് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് ലോസിന് ഇത് വളരെയധികം ഫലപ്രദമാണ് എന്ന് പറയപ്പെടാനുള്ള കാരണം. അപ്പോൾ ഇത് കുടിക്കേണ്ടത്, വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് കുടിക്കേണ്ടത് നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഇത് കുടിക്കേണ്ടത്. ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പായിട്ടെങ്കിലും ഇത് കുടിച്ചിട്ടായിരിക്കണം എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ ഫാറ്റ് ബേണിങ് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്രെയിൻ വളരെ നല്ല രീതിയിലാണ് ബ്രെയിനിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ടീയിലുള്ള കഫിൻ പോലെയുള്ള കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ശരിയായി ഉണർന്ന് പ്രവർത്തിക്കാനും നമ്മുടെ ആ ഒരു അലസത മാറ്റാനും ഒരു ഉന്മേഷം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഗ്രീൻ ടീ എന്നുള്ളത്. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ മെമ്മറിയും നിങ്ങളുടെ കോൺസെൻട്രേഷനും എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിനും രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനുമൊക്കെ ഗ്രീൻ ടീ വളരെ നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താനുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഉണ്ടാകും, പെട്ടെന്ന് അസുഖം വരുന്ന ആളുകൾ, ചെറിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അസുഖം വരുന്ന ആളുകളുണ്ടാവും. ഇത്തരക്കാർക്ക് ദിവസവും സ്ഥിരമായിട്ട് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ ആ ഒരു രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഗുണമാണ് നമ്മുടെ ശരീരം ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ ലിവറിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പുറന്തള്ളപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ശരിയായി നടക്കാനും അതിലൂടെ പുറന്തള്ളപ്പെടാനും അങ്ങനെ നമ്മുടെ ശരീരം ഡീടോക്സിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഇത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമുക്ക് ഗ്രീൻ ടീയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇത് കുടിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെയാണ്. ഏർലി മോർണിംഗ് വെറും വയറ്റിൽ ഇത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് രാത്രി അധികം കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്രെയിനിനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇതിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചിലപ്പോൾ ഉറക്കത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കുടിക്കരുത്. ഈ രാത്രി ഉറക്കമൊഴിച്ചെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുടിക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ രാത്രി നല്ല രീതിയിൽ ഉറങ്ങണമെന്നാണ് ഞാൻ പറയുക. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇത് പൊതുവെ കുടിക്കാതിരിക്കുക. രാവിലെ ഡേ ടൈം ഏർലി മോർണിംഗ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ഇത് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എണീറ്റ് ഉടനെ വെറും വയറ്റിൽ ഇത് കുടിക്കുക. ഇനി ഇത് ചില ആളുകളൊക്കെ ചെയ്യുന്നൊരു തെറ്റായൊരു കാര്യമാണ്, ഗ്രീൻ ടീ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മധുരം ആഡ് ചെയ്യും, ഷുഗർ ആഡ് ചെയ്യും. അത് ഒരിക്കലും ചെയ്യരുത്. അത് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. അത് വളരെ പൊട്ടത്തരാണ്.
അപ്പോൾ ഷുഗർ അവോയ്ഡ് ചെയ്യുക, ഷുഗർ ഇതിൽ ആഡ് ചെയ്യരുത്. ഇനി ടേസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങ ഉപയോഗിക്കാം. ഈ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ തേനോ നിങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാം. ഷുഗർ ഒരിക്കലും ഇതിൽ ആഡ് ചെയ്യരുത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് കൂടുതൽ കഴിച്ചാൽ കൂടുതൽ വെയിറ്റ് കുറയുമെന്നൊക്കെ വിചാരിച്ചിട്ട് കൂടുതലായിട്ട് ഇത് കഴിക്കരുത്. ഓവർ ഡോസ് ആവാൻ പാടില്ല. മാക്സിമം 2 to 3 കപ്പ് ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ, അതിലേറെ കുടിക്കരുത്. അത് നിങ്ങൾ എത്ര കപ്പ് കുടിച്ചാലും നിങ്ങൾ കൂടുതലായിട്ട് പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവുമെന്നൊന്നും ധരിച്ചിരിക്കണ്ട. അപ്പോൾ 2 to 3 കപ്പ് മാക്സിമം ഒരു ദിവസം കുടിക്കാൻ പാടുള്ളതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, കൂടുതലായിട്ട് കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയും, അങ്ങനെയൊന്നും ഇല്ല. അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. ആവശ്യത്തിന് മാത്രം കഴിക്കുക, അത് സ്ഥിരമായിട്ട് കഴിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ഇത് പെട്ടെന്ന് വർക്ക് ചെയ്യുമെന്നുള്ളത്. ഇന്ന് കുടിച്ചാൽ നാളെ മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച കുടിച്ചാൽ പിറ്റത്തെ ആഴ്ച മുതൽ തന്നെ നല്ലൊരു വെയിറ്റ് ലോസ് വരുമെന്നുള്ളത് അതും തെറ്റിദ്ധാരണയാണ്. ഇത് കുടിച്ചുകൊണ്ട് മാത്രമല്ല, ഇത് കുടിക്കും വേണം, അതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി എല്ലാ മാറ്റങ്ങളും ഫുഡിലുള്ള മാറ്റങ്ങളൊക്കെ ചെയ്തതിന് കൂടെ ഇതും കൂടി കുടിക്കുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടി സ്പീഡായിട്ട് കൂടുതൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ടീ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രം കുടിച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊരു മാജിക് സംഭവിക്കുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതിൻ്റെ കയ്പ്പ്, ചെറിയൊരു കയ്പ്പ് ഇതിനുണ്ടാവും ടേസ്റ്റ്. അപ്പോൾ കൂടുതൽ കയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ തിളപ്പിച്ച് കൂടുതൽ കണ്ടന്റ് ഇട്ടിട്ട് ആ കയ്പ്പ് കിട്ടുമ്പോഴാണ് ഇതിനൊരു എഫക്റ്റ് കിട്ടുക എന്ന് ധരിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. ആ ഒരു ബിറ്റർ ടേസ്റ്റ് വന്നാലാണ് ഇതിന് ഗുണം കിട്ടുക എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. ഇതൊരു 2 to 3 minutes നേരം മാത്രം ഇത് ബോയിൽ ചെയ്താൽ മതി, തിളപ്പിച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും വേണമെന്നില്ല. ആ ഒരു ബിറ്റർ ടേസ്റ്റ് വന്നാലേ ഇതിന് ഗുണം കിട്ടുള്ളൂ എന്നൊന്നും ഇല്ല, അതും തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗ്രീൻ ടീ ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കോട്ടെ അല്ലാതായിക്കോട്ടെ എല്ലാവർക്കും ഇത് കുടിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹൃദയത്തിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിൽ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാറ്റിനും ഗ്രീൻ ടീ ദിവസവും കുടിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ശീലമാക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.